ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ നമ്മുടെ VFAക്കും ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർക്കും വേണ്ടിയിട്ടുള്ള ക്ലാസ്സസാണ്, ഹോട്ട് ടോപ്പിക് ക്ലാസ്സസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭരണഘടന നിർമ്മാണ സഭ വരെയാണ് എടുത്തു നിർത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കിയിലേക്ക് പോവാം. നമുക്ക് നോക്കാം. മഹത്തായ വിപ്ലവം. വർഷം ഓർത്തിരിക്കുക, 1688-89 കാലത്താണ് മഹത്തായ വിപ്ലവം നടക്കുന്നത്. ആ കാലത്ത് ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിക്കുകയും പാർലമെൻറ്റ് അധികാരങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണമാവുകയും ചെയ്ത വിപ്ലവം ഏതാണ്? രക്തരഹിത വിപ്ലവം അഥവാ മഹത്തായ വിപ്ലവമാണ് കേട്ടോ. 1688-89 കാലത്ത് ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിക്കുകയും പാർലമെൻറ്റ് അധികാരങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണമാവുകയും ചെയ്ത വിപ്ലവമാണ് മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ രക്തരഹിത വിപ്ലവം എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി LDCക്കും VFAക്കും വേണ്ടിയിട്ടുള്ള 2 ക്ലാസ്സസ് ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഈ കാര്യങ്ങൾ നമ്മുടെ മഹത്തായ വിപ്ലവം, റഷ്യൻ വിപ്ലവം അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇതുമായിട്ട് മഹത്തായ വിപ്ലവമായിട്ട് ബേസ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. വില്യവും മേരിയും അധികാരത്തിൽ വന്നു. ഏത് സംഭവവുമായിട്ടാണ് ഇവ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏത് സംഭവമായിട്ടാണ്? ഓപ്ഷൻ എ ഗ്ലോറിയസ് റെവല്യൂഷൻ ആണ് കേട്ടോ. അതായത് മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ രക്തരഹിത വിപ്ലവത്തിനെയാണ് നമ്മൾ ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. ആരാണ് അധികാരത്തിൽ വന്നത്? വില്യവും മേരിയുമാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ ഏകാധിപത്യം അവസാനിപ്പിച്ചപ്പോൾ രാജാവായിരുന്ന ജെയിംസ് രണ്ടാമൻ എന്ത് ചെയ്തു? ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. ശേഷം വില്യവും മേരിയുമാണ് അധികാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. അത് ഏത് വിപ്ലവമാണ്? ഗ്ലോറിയസ് റെവല്യൂഷൻ അല്ലെങ്കിൽ മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ രക്തരഹിത വിപ്ലവമാണ്. വ്യാവസായിക വിപ്ലവത്തെ തുടർന്ന് ഉയർന്നു വന്ന തൊഴിലാളി പ്രക്ഷോഭമായിരുന്നു പീറ്റർലൂ കൂട്ടക്കൊല എന്ന് പറയുന്നത്. അതിൻ്റെ വർഷം ഓർത്തിരിക്കണേ, 1859 പീറ്റർലൂ കൂട്ടക്കൊല എന്നാണ് നടന്നത്? 1859. ഇതെല്ലാം വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ വർഷങ്ങൾ തന്നിട്ട് ഓരോ സംഭവങ്ങളും തന്നിട്ട് ശരിയായ ജോഡി ചെയ്ത് തെറ്റായ ജോഡി ചെയ്ത് അങ്ങനെയും ചോദിക്കാം കേട്ടോ. അപ്പോൾ പീറ്റർലൂ കൂട്ടക്കൊല എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഗ്ലോറിയസ് റെവല്യൂഷനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ വർഷം ഓർത്തിരിക്കുക, അതെന്നാണ്? 1859. ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ചിട്ടുള്ള ബ്രിട്ടീഷ് നിയമങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതിൻ്റെ വർഷങ്ങളാണ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടത്. ടീ ആക്ട് ഏതാണ് വർഷം? 1773 ടീ ആക്ട് എന്നാണ് 1773. കറൻസി നിയമം 1763. കറൻസി നിയമം ഏതാണ് വർഷം? 1763. പഞ്ചസാര നിയമം എന്നാണ് വന്നത്? 64 1764 പഞ്ചസാര നിയമം വന്നിട്ടുള്ളത്. സ്റ്റാമ്പ് നിയമം 65. ടൗൺഷിൻഡ് നിയമം 67. ഓരോ ഓർഡറിൽ അങ്ങനെ പഠിച്ചിട്ട് പോവുക കേട്ടോ. ടീ ആക്ട് 73 കറൻസി നിയമം 63 പഞ്ചസാര നിയമം 64 സ്റ്റാമ്പ് നിയമം 65 ടൗൺഷിൻഡ് നിയമം 67. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുദ്രാവാക്യം ഏതായിരുന്നു? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നുള്ളതായിരുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുദ്രാവാക്യം എന്ന് പറയുന്നത്. അത് ആരാണ് കൊണ്ടുവന്നത്? ജെയിംസ് ഓട്ടിസ് എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി സംഭാവന ചെയ്തതാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുദ്രാവാക്യം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ചിട്ടുള്ള വേറൊരു നിയമമാണ് മെർക്കന്റിലിസ്റ്റ് നിയമം എന്ന് പറയുന്നത്. ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള മറ്റൊരു പ്രധാന സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത് കേട്ടോ. എന്നാണ് അത് നടന്നത്? 1773 ഡിസംബർ 16 കേട്ടോ. വർഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷമാണ്. ബോസ്റ്റൺ ടീ പാർട്ടി എന്നാണ്? 1773 ഡിസംബർ 16. ഇതെല്ലാം നമ്മളൊരു കഥ പോലെ നമ്മൾ കഴിഞ്ഞ മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ലേ, LDCക്കും VFAക്കും കൂടെ 2 ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മളൊരു കഥ പോലെ എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ അത്. 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ് കേട്ടോ. ഒന്നാം കോണ്ടിനെൻ്റൽ സമരവും രണ്ടാം കോണ്ടിനെൻ്റൽ സമ്മേളനവും നടന്നത് എവിടെ തന്നെയാണ്? ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ് കേട്ടോ. 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടക്കുന്നത്. എവിടെ വെച്ചിട്ടാണ്? ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ്. അടുത്ത ചോദ്യം നോക്കാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക.
നമ്മൾ ഈ PYQ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതിന് ഒപ്പം എന്താണ് നമ്മളത് അതിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. PSC എടുത്ത് ചോദിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും അല്ലേ. അപ്പോൾ അതാണ് നമ്മളിവിടെ പഠിച്ചു പോകുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രിട്ടനെതിരായുള്ള കോളനിക്കാരുടെ ആക്ഷേപത്തിന് പ്രധാന കാരണം മെർക്കന്റിലിസം എന്ന സാമ്പത്തിക സിദ്ധാന്തമായിരുന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നിലവിൽ വന്ന ഭരണഘടനാ പ്രകാരം പ്രഖ്യാപനം ചെയ്ത പ്രധാന മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് മനുഷ്യരെല്ലാം സ്വതന്ത്രരായി ജനിക്കുകയും സ്വതന്ത്രരായി അവകാശങ്ങളിൽ സമന്മാരായി വർത്തിക്കുകയും ചെയ്യുക. ഏതൊരു രാഷ്ട്രീയ വ്യവസ്ഥയുടെയും ലക്ഷ്യം മനുഷ്യൻ്റെ പ്രകൃതിദത്തമായ അവകാശങ്ങളുടെ സംരക്ഷണമാണ്. ഇത് ആ സമയത്ത് എന്താണ് നമ്മുടെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഭരണഘടന പ്രകാരം പ്രഖ്യാപനം ചെയ്തിട്ടുള്ള മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. 1764 ബ്രിട്ടീഷ് പാർലമെന്റ് പഞ്ചസാര ആക്ട് പാസാക്കി. ഈ നിയമം അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന പഞ്ചസാരയിന്മേൽ ഒരു ചുങ്കം ചുമത്തി. ബ്രിട്ടീഷ് ധനകാര്യമന്ത്രിയായിരുന്ന ചാൾസ് ടൗൺഷെൽസ് അമേരിക്കൻ ഇറക്കുമതി ചുങ്ക നിയമം പാസാക്കി. ഇതിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് കണ്ടുപിടിച്ചേ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 1 ശരിയാണ്, 3 ശരിയാണ്, 4 ശരിയാണ്. ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? ബ്രിട്ടനെതിരായിട്ടുള്ള കോളനിക്കാരുടെ ആക്ഷേപത്തിന്റെ പ്രധാന കാരണം എന്തായിരുന്നു? മെർക്കന്റിലിസം എന്ന സാമ്പത്തിക സിദ്ധാന്തമായിരുന്നു. ഈ മെർക്കന്റിലിസം എന്ന സാമ്പത്തിക സിദ്ധാന്തം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 1764 പഞ്ചസാര ആക്ട് പാസ്സാക്കിയിട്ടുള്ളത്. അടുത്തത് ബ്രിട്ടീഷ് ധനകാര്യമന്ത്രിയായിരുന്ന ചാൾസ് ടൗൺഷെൽസ് അമേരിക്കൻ ഇറക്കുമതി ചുങ്ക നിയമം പാസ്സാക്കി. നമ്മൾ പറഞ്ഞല്ലോ ടൗൺഷെൻഡ് നിയമം വന്നു എന്ന്. അതാണ് ഈ പറയുന്നത്. ചാൾസ് ടൗൺഷെൽസ് ആണ് ടൗൺഷെൻഡ് നിയമം കൊണ്ടുവന്നത്. അത് ഇറക്കുമതി ചുങ്ക നിയമം, അതാണത് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള ആൻസർ? 1, 3 ആണ്. 1, 3, 4 ഇതിൽ ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ആ ശരിയായിട്ടുള്ളത് പഠിക്കുക കേട്ടോ. അമേരിക്കൻ ഭരണഘടനയിലെ ആദ്യത്തെ 10 ഭേദഗതികളെ എന്തു പറയുന്നു? ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. മുന്നേയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് ബിൽ ഓഫ് റൈറ്റ്സ്. അമേരിക്കൻ ഭരണഘടനയിലെ ആദ്യത്തെ 10 ഭേദഗതികളെയാണ് എന്തെന്ന് പറയുന്നത്? ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ആരാണ്? ജെയിംസ് മാഡിസൺ ആണ്. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ആരാണ്? ജെയിംസ് മാഡിസൺ. അമേരിക്കൻ ആഭ്യന്തര യുദ്ധവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. USA 16ാമത്തെ പ്രസിഡന്റായിരുന്നു എബ്രഹാം ലിങ്കൺ. 1861 ഏപ്രിലിൽ അമേരിക്കൻ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. 1865 ഏപ്രിലിൽ ഔദ്യോഗികമായി യുദ്ധം അവസാനിച്ചു. അമേരിക്കൻ ഭരണഘടനയുടെ 14ാം ഭേദഗതി പ്രകാരം അടിമത്വം അവസാനിപ്പിച്ചു. ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. 1, 2, 3 ശരിയായിട്ടുള്ളതാണ്. USA 16ാമത്തെ പ്രസിഡന്റ് ആരാണ്? എബ്രഹാം ലിങ്കൺ ആണ്. USA 16ാമത്തെ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ. 1861 ഏപ്രിലിലാണ് അമേരിക്കൻ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. വർഷം ഓർത്തിരിക്കണേ. അമേരിക്കൻ ആഭ്യന്തര യുദ്ധം ഇന്ന് പൊട്ടിപ്പുറപ്പെട്ടു 1861 ഏപ്രിലിലാണ്. പഠിച്ചിട്ട് പോണേ, എഴുതി വെക്കണേ. പിന്നീട് എന്ത് ചെയ്തു? ആ യുദ്ധം ഔദ്യോഗികമായിട്ട് അവസാനിക്കുന്നത് എന്നാണ്? 65 കേട്ടോ. 61 തുടങ്ങിയിട്ട് 65 ആ യുദ്ധം ഔദ്യോഗികമായിട്ട് അവസാനിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി നമുക്ക് കുറച്ച് വിശേഷണങ്ങൾ നോക്കാവേ. മനുഷ്യനെ ചില മൗലിക അവകാശങ്ങളുണ്ട്. അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ആരുടെ വാക്കുകളാണത്? ജോൺ ലോക്കിൻ്റെ വാക്കുകളാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ആരാണ്? ജോൺ ലോക്കാണ്. ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർണമായ പ്രവൃത്തി. ഇത് പറഞ്ഞത് ആരാണ്? തോമസ് പെയിൻ ആണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ കോമൺ സെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഖയിലൂടെയാണ് ഇങ്ങനെ ഇത് കോമൺ സെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിൽ
പ്രസിദ്ധീകരിച്ച ഒരു ലഘുലേഖയിലാണ് ഈ ഒരു കാര്യം പറയുന്നത് കേട്ടോ. ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിക്കുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർണ്ണമായ പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ ആരുടെ വാക്കാണ്? തോമസ് പെയിൻ്റെയാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഇത് ആരുടെ വാക്കുകളാണ്? തോമസ് പെയിൻ്റെ വാക്കുകളാണ് കേട്ടോ. ഇത് മൂന്നും ചോദിച്ചിട്ടുള്ളതാണ്. ഫ്രഞ്ച് വിപ്ലവം വർഷം എന്താണ്? 1789. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ വർഷം എന്താണ്? 1789. മറന്നു പോകല്ലേ, 1789 ഫ്രഞ്ച് വിപ്ലവം. ബൂർബൻ രാജവംശം ഏത് രാഷ്ട്രവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ബൂർബൻ രാജവംശം ഏത് രാഷ്ട്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ, ഫ്രാൻസുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഈ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു 3 നികുതികളെ പഠിക്കാനുണ്ട് കേട്ടോ. ഒരു നികുതികളുടെ പേര് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ എസ്റ്റേറ്റിലെ പുരോഹിതന്മാർ കർഷകരിൽ നിന്ന് പിരിച്ച നികുതി എന്തായിരുന്നു? തിതേ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ചോദിച്ചിട്ടുള്ളതാണ്. ഒന്നാമത്തെ എസ്റ്റേറ്റിലെ പുരോഹിതന്മാർ കർഷകരിൽ നിന്ന് പിരിച്ച നികുതിക്ക് എന്താണ് പറയുന്നത്? തിതേ. മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നവർ സർക്കാരിന് നൽകിയ ഭൂനികുതിയുടെ പേരാണ് തൈലേ എന്ന് പറയുന്നത് കേട്ടോ. മൂന്നാമത്തെ എസ്റ്റേറ്റിൽ എന്ന് പറയുമ്പോൾ ആരൊക്കെയായിരുന്നു? കോമൺ ആളുകളായിരുന്നല്ലേ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ എന്താണ് സർക്കാരിന് നൽകിയ ഭൂനികുതി ഏതായിരുന്നു? തൈലേ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഫ്രാൻസിൽ ഉപ്പിന് മേൽ ഈടാക്കിയിരുന്ന നികുതി ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഗബല്ലേ എന്ന പേരിലാണ് കേട്ടോ അറിയപ്പെട്ടിരുന്നത്. ഫ്രാൻസിൽ ഉപ്പിന് മേൽ ഈടാക്കിയിരുന്ന നികുതിയുടെ പേരെന്താണ്? ഗബല്ലേ. ഒന്നാമത്തെ എസ്റ്റേറ്റിലെ പുരോഹിതന്മാർ കർഷകരിൽ നിന്ന് പിരിച്ച നികുതി എന്ത് പേരിൽ അറിയപ്പെടുന്നു? തിതേ എന്ന പേരിൽ അറിയപ്പെടുന്നു. മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നവർ സർക്കാരിന് നൽകിയ ഭൂനികുതി ഏതാണ്? തൈലേ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഫ്രാൻസിൽ ഉപ്പിന് മേൽ ഈടാക്കിയിരുന്ന നികുതിക്ക് പറയുന്ന പേരെന്താണ്? ഗബല്ലേ എന്നായിരുന്നു. താഴെ പറയുന്നവയിൽ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഏതെല്ലാം? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ബോസ്റ്റൺ ടീ പാർട്ടി, ബാസ്റ്റൽ ജയിലിന്റെ പതനം, ഫിലാഡൽഫിയ കോൺഗ്രസ്. വേഗം കണ്ടുപിടിച്ചോളൂ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1ഉം 3ഉമാണ് നമ്മുടെ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, സമാധാനം, ഭൂമി, അപ്പം, ജനാധിപത്യം, എനിക്ക് ശേഷം പ്രളയം. ഓപ്ഷൻ എ ആണ് ആൻസർ. 1ഉം 3ഉമാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഫ്രഞ്ച് വിപ്ലവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. എനിക്ക് ശേഷം പ്രളയം ഇതാര് പറഞ്ഞതാണ്? ലൂയി 15ാമൻ്റെ വാക്കുകളാണ് കേട്ടോ. ലൂയി 15ാമൻ്റെ വാക്കുകളാണ് എനിക്ക് ശേഷം പ്രളയം എന്നുള്ളത്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ഞാനാണ് രാഷ്ട്രം, ലൂയി 11ാമൻ. എനിക്ക് ശേഷം പ്രളയം, ലൂയി 15ാമൻ. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ, കേക്ക് കഴിച്ചുകൂടെ, മേരി ആൻറ്റോയിനേറ്റ്. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ് ശരി. 2ഉം 3ഉമാണ് ശരി. എനിക്ക് ശേഷം പ്രളയം ആരാണ്? ലൂയി 15ാമൻ. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ, കേക്ക് കഴിച്ചുകൂടെ, ഒരു വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. ഇതാരുടെ വാക്കുകളാണ്? മേരി ആൻറ്റോയിനേറ്റിൻ്റെ വാക്കുകളാണ്. റഷ്യൻ വിപ്ലവം എന്നാണ് വർഷം? അതിന് മുന്നേ നമ്മുടെ ഈ ഫ്രഞ്ച് വിപ്ലവത്തിൽ 2 കാര്യം കൂടെ ഓർത്തിരിക്കുക. നമ്മുടെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് വോൾട്ടെയർ ആണ് അല്ലേ? വോൾട്ടെയർ ആണ്. ശിശുവോ? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു നെപ്പോളിയൻ ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു ആരാണ്? നെപ്പോളിയൻ ആണ്. പിതാവ് ആരാണ്? വോൾട്ടെയർ. ശിശു ആരാണ്? നെപ്പോളിയൻ ആണ്. അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ ആരാണ്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ റൂസോ ആണ് കേട്ടോ. റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ ആരാണ്? റൂസോയാണ്. പിതാവ് ആരാണ്? വോൾട്ടെയർ. ശിശു ആരാണ്? നെപ്പോളിയൻ. പ്രവാചകൻ റൂസോ. ഇതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. റഷ്യൻ വിപ്ലവം ഏതാണ് വർഷം? 1917. റഷ്യൻ വിപ്ലവം എന്നാണ്? 1917. 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ റഷ്യയിലെ കർഷകരുടെയും തൊഴിലാളികളുടെയും അവസ്ഥ വിവരിക്കുന്ന ലോകപ്രസിദ്ധ റഷ്യൻ കൃതി ചോദിച്ചിട്ടുള്ളതാണ്. അമ്മയാണ് കേട്ടോ. അമ്മ ആരാണ് എഴുതിയത്? മാക്സിം ഗോർക്കിയാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. അതിലെന്താണ് പറയുന്നത്? റഷ്യയിലെ കർഷകരുടെയും തൊഴിലാളികളുടെയും അവസ്ഥ വിവരിക്കുന്ന ലോകപ്രസിദ്ധമായിട്ടുള്ള റഷ്യൻ കൃതിയാണ് എന്തെന്ന് പറയുന്നത്? അമ്മ എന്ന് പറയുന്നത്. ആരാണ് എഴുതിയത്? മാക്സിം ഗോർക്കിയാണ്. റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രവാചകൻ ആരാണ്? ലിയോ ടോൾസ്റ്റോയി ആണ്. റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രവാചകൻ ആരാണ്? ലിയോ ടോൾസ്റ്റോയി.
പെട്രോഗാഡിൽ പ്രകടനം നടത്തിയ 100 കണക്കിന് തൊഴിലാളികൾക്ക് നേരെ പട്ടാളം വെടിവെച്ചതിനെ തുടർന്ന് തൊഴിലാളികൾ കൊല്ലപ്പെട്ട സംഭവമാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന് പറയുന്നത് കേട്ടോ. ഇത് ചോദിക്കാറുള്ളത് രക്തരൂക്ഷിതമായ ഞായറാഴ്ച താഴെ പറയുന്ന ഏത് സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? റഷ്യൻ വിപ്ലവവുമായിട്ടാണ് എന്തും ബന്ധപ്പെട്ടിരിക്കുന്നത്? രക്തരൂക്ഷിതമായ ഞായറാഴ്ച ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഫെബ്രുവരി വിപ്ലവം ഓർത്തിരിക്കുക, 1917 ഫെബ്രുവരി വിപ്ലവം. അതെന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? റഷ്യൻ വിപ്ലവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ചൈനീസ് വിപ്ലവവുമായിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ബോക്സർ കലാപം എന്ന് പറയുന്നത്. ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ മഞ്ചു രാജവംശത്തിനെതിരെ സംഘടിപ്പിച്ച കലാപമാണ് എന്ത് എന്ന് പറയുന്നത്? ബോക്സർ കലാപം എന്ന് പറയുന്നത്. ഇത് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ചൈനീസ് വിപ്ലവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ബോക്സർ കലാപം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈനീസ് വിപ്ലവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിച്ച ഉടമ്പടി ഏതാണ്? നാങ്കിങ് ഉടമ്പടിയാണ് കേട്ടോ. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏതാണ്? നാങ്കിങ് ഉടമ്പടി. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നതായിരുന്നു സൺ യാത്സെന്നിൻ്റെ തത്വങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഏതൊക്കെയാണ്? ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ഇത് ആരുടെ തത്വങ്ങളാണ്? സൺ യാത്സെന്നിൻ്റെ തത്വങ്ങളാണ്. അതുപോലെ തന്നെ ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ലോങ് മാർച്ച് എന്ന് പറയുന്നത്. അത് ആരാണ് നടത്തിയത്? മാവോ സെതുങ് ആണ് നടത്തിയത് കേട്ടോ. വർഷം ഓർത്തിരിക്കുക, 1934 ലോങ് മാർച്ച് എന്നാണ് നടത്തിയത്? 1934 മാവോ സെതുങ് ആണ് ലോങ് മാർച്ച് നടത്തിയത്. ഓർത്തിരിക്കട്ടെ. എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈനീസ് വിപ്ലവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മാക് പിക്ചുവിൻ്റെ ഉയരങ്ങൾ എന്ന കവിത ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കവിത എഴുതിയ ചിലിയൻ കവി ആരാണ്? പാബ്ലോ നെരൂദയാണ് കേട്ടോ. പാബ്ലോ നെരൂദയുടെയാണ് മാക് പിക്ചുവിൻ്റെ ഉയരങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കവിത കേട്ടോ. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സൈമൺ ബൊളീവർ ആണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സൈമൺ ബൊളീവർ. ലാറ്റിൻ അമേരിക്കൻ യൂറോപ്യന്മാർ വീണ്ടും ആധിപത്യം ഉറപ്പിക്കുന്നത് തടയാൻ അമേരിക്ക കൊണ്ടുവന്നൊരു സിദ്ധാന്തമുണ്ട്. അതാണ് മൺട്രോ സിദ്ധാന്തം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ മൺട്രോ സിദ്ധാന്തം എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ലാറ്റിൻ അമേരിക്കൻ യൂറോപ്യന്മാർ വീണ്ടും വന്നിട്ട് ആധിപത്യം ഉറപ്പിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് അമേരിക്ക കൊണ്ടുവന്നിട്ടുള്ള ഒരു സിദ്ധാന്തമാണ് മൺട്രോ സിദ്ധാന്തം എന്ന് പറയുന്നത്. താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഗണനാടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഗണനാടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. വേഗം ചെയ്തേ. ഓപ്ഷൻ സി ആണ് ആൻസർ. ആദ്യം വരുന്നത് ഏതാണ്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ്. പിന്നീട് എന്ത് വരും? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം വരും. പിന്നീട് എന്ത് വരും? ഫ്രഞ്ച് വിപ്ലവം വരും. പിന്നീടാണ് നമ്മുടെ റഷ്യൻ വിപ്ലവം വരുന്നത്. ഇതിൻ്റെ വർഷം ഒന്ന് പറഞ്ഞേ. 1688-89 കാലയളവാണ് കേട്ടോ. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിൻ്റെ എന്ന് പറയുന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വർഷം എന്നാണ്? 1775 1783 വരെയാണ് കേട്ടോ ഈ അമേരിക്കൻ സ്വാതന്ത്ര്യം നടക്കുന്നത്. 1775 ഓർത്താൽ മതിയേ. 1775 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അത് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതാ വന്നത്? ഫ്രഞ്ച് വിപ്ലവം. വർഷം നമ്മൾ പഠിച്ചതാണ്. ഏതാണ്? 1789. ഫ്രഞ്ച് വിപ്ലവം ഏതാണ് വർഷം? 1789. റഷ്യൻ വിപ്ലവം എന്ന് നടന്നു? 1917. 1917 റഷ്യൻ വിപ്ലവം നടക്കുന്നത്. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ സി ആണ് ആൻസറേ. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് വേഴ്സായി ഉടമ്പടി സന്ധി എന്ന് പറഞ്ഞിട്ടുള്ള വേഴ്സായി ഉടമ്പടി സന്ധിയുടെ വർഷം എന്നാണ്? 1919. ഒന്നാം ലോക യുദ്ധാനന്തരം ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള സന്ധിയാണ് എന്ത് എന്ന് പറയുന്നത്? വേഴ്സായി സന്ധി എന്ന് പറയുന്നത്. അതിൻ്റെ വർഷം ഓർത്തിരിക്കുക, 1919 1919. ഫാസിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ നയം ഏതാണ്? പ്രീണന നയമാണ് കേട്ടോ. പ്രീണന നയമാണ്. ഫാസിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ നയം ഏതാണ്? പ്രീണന നയമാണ്. ഈ മ്യൂണിക് ഉടമ്പടിയുടെ വർഷം ചോദിക്കാറുണ്ട്. 1938 കേട്ടോ. മ്യൂണിക് ഉടമ്പടി നടന്നതെന്നാണ്? 1938. വേഴ്സായി ഉടമ്പടി സന്ധി വർഷം എന്നാണ്? 1919. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വേഗം ചേർത്തേ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ടുള്ളത്. ഒന്നാം ലോകയുദ്ധം എന്തായിരുന്നു? ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം. രണ്ടാം ലോകയുദ്ധമാണെങ്കിലോ അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളും തമ്മിലായിരുന്നു. ഇനി നമ്മുടെ ഹിറ്റ്ലർ ആണെങ്കിലോ
തവിട്ട് കുപ്പായക്കാർ. ഹിറ്റ്ലർ എന്താണ്? തവിട്ട് കുപ്പായക്കാർ. ബെനിറ്റോ മുസോളിനി. മുസോളിനിയുടെ ഏതായിരുന്നു? കരിങ്കുപ്പായക്കാർ. മുസോളിനി ഏതാണ്? കരിങ്കുപ്പായക്കാർ. ഹിറ്റ്ലർ തവിട്ട് കുപ്പായക്കാർ. ഒന്നാം ലോകയുദ്ധം നടന്നത് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും തമ്മിലായിരുന്നു. രണ്ടാം ലോകയുദ്ധം അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളും തമ്മിലായിരുന്നു. കിട്ടിയോ എല്ലാവർക്കും? ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി നമുക്ക് കാർഷിക കാലത്തെക്കുറിച്ച് നോക്കാം. നമുക്കറിയാം 3 കാർഷിക കാലങ്ങളാണ് പറയുന്നത്. ഖാരിഫ്, റാബി, സെയ്ദ്. ഇതിൽ സ്ഥിരമായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ചോദ്യം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ അതിൻ്റെ ആദ്യവും അവസാനവും ഏത് കാലത്തിൽ തുടങ്ങി അങ്ങനെയാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിത് തീർച്ചയായിട്ടും പഠിച്ചിരിക്കണേ. അപ്പോൾ പറഞ്ഞോളൂ, ഖാരിഫ് എങ്ങനെയാണ്? ജൂൺ മൺസൂണിൻ്റെ ആരംഭത്തോടെ വിളയിറക്കൽ കാലം, മൺസൂണിൻ്റെ അവസാനം വിളവെടുപ്പ് കാലം. അറിഞ്ഞിരിക്കണേ, ജൂണിൽ മൺസൂണിൻ്റെ ആരംഭത്തോടെയാണ് വിളയിറക്കുന്നത്, മൺസൂണിൻ്റെ അവസാനത്തോടെ എന്ത് ചെയ്യുന്നു? വിളവെടുക്കുന്നു. ഖാരിഫ് വിളയാണ്. ഏതൊക്കെയാണ് ഖാരിഫ് വിള? നെല്ല്, ചോളം, പരുത്തി, ചണം, കരിമ്പ്, നിലക്കടല, തിനവിളകൾ. ഇത്രയും എന്താണ്? ഖാരിഫിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ജൂൺ മൺസൂണിൻ്റെ ആരംഭത്തോടെ വിളയിറക്കിയിട്ട് മൺസൂണിൻ്റെ അവസാനത്തോടെ എന്ത് ചെയ്യുന്നു? വിളവെടുക്കുന്നു. ഇതാണ് ഖാരിഫ് വിള എന്ന് പറയുന്നത്. റാബി ആണെങ്കിലോ, റാബി നവംബറിൻ്റെ നടുവിൽ, നവംബർ മധ്യം ശൈത്യകാലാരംഭത്തോടെ വിളയിറക്കൽ കാലം ചോദിച്ചിട്ടുള്ളതാണ്. റാബി ചോദിച്ചിട്ടുള്ളതാണ്. ശൈത്യകാലാരംഭത്തോടെ വിളയിറക്കിയിട്ട് വേനലിൻ്റെ ആരംഭത്തോടെ വിളവെടുക്കുന്നത് ഏതാണ്? റാബിയാണ് കേട്ടോ, റാബിയാണ്. അതായത് എന്താണ് പറയുന്നത്? നവംബർ മധ്യം എന്താണ് വിളയിറക്കിയിട്ട് മാർച്ച് അവസാനം എന്ത് ചെയ്യുന്നു? മാർച്ച് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുന്നു? വിളവെടുക്കുന്നു. അതായത് വേനലിൻ്റെ ആരംഭത്തോടെ വിളവെടുക്കുന്നു. ഇതാണ് പറയുന്നത്. ഈ ശൈത്യം വേനൽ ഓർത്തിരിക്കണം കേട്ടോ. ഈ ശൈത്യം വരുമ്പോൾ എന്താണ്? റാബിയാണ്, റാബി. ഏതൊക്കെയാണ് റാബി വിളകൾ? ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ റാബി. ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ. അടുത്തത് സെയ്ദ് ഏതാണ്? വേനലിൻ്റെ ആരംഭത്തോടെ വിളയിറക്കിയിട്ട് മൺസൂണിൻ്റെ ആരംഭത്തോടെ വിളവെടുക്കുന്നു. വേനലിൻ്റെ ആരംഭത്തോടെ വിളയിറക്കിയിട്ട് മൺസൂണിൻ്റെ ആരംഭത്തോടെ എന്ത് ചെയ്യുന്നു? വിളവെടുക്കുന്നതാണ് സെയ്ദ് എന്ന് പറയുന്നത്. അതിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? പഴങ്ങളും പച്ചക്കറികളുമാണ്. ഇനി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാവേ. ഇന്ത്യയിലെ കാർഷിക വിളകളുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുത ഏത്? കാർഷിക വിളവർഷം ജൂലൈ മുതൽ ജൂൺ വരെയാണ്. വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ ആരംഭത്തിലാണ് റാബി സീസൺ ആരംഭിക്കുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ആരംഭത്തിലാണ് ഖാരിഫ് സീസൺ ആരംഭിക്കുന്നത്. ഗോതമ്പ് ഖാരിഫ് വിളയാണ്. ഇതിൽ തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഗോതമ്പ് എന്താണ്? ഖാരിഫ് വിളയല്ല അല്ലേ, റാബി വിളയാണ് ഗോതമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് തെറ്റായിട്ട് വരുന്നത്. ശരിയായിട്ടുള്ളത് നോക്കൂ. കാർഷിക വിള വർഷക്കാലം എന്നാണ്? കാർഷിക വിള വർഷം എന്നാണ്? ജൂലൈ മുതൽ ജൂൺ വരെയാണ്. വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ ആരംഭത്തിലാണ് റാബി സീസൺ ആരംഭിക്കുന്നത്. ഏതാണ്? വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ ആരംഭത്തിൽ ആരംഭിക്കുന്നത് ഏത് സീസണാണ്? റാബിയാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ആരംഭത്തിൽ എന്താണ് നടക്കുന്നത്? ഏത് സീസണാണ് ആരംഭിക്കുന്നത്? ഖാരിഫാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ആരംഭത്തിൽ എന്താണ് ആരംഭിക്കുന്ന സീസൺ ഏതാണ്? ഖാരിഫാണ്. എഴുതി വെക്കണേ. ഐക്യരാഷ്ട്രസഭ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. നമുക്കൊരു ആദ്യം ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം, അതായത് COP27 2022 നവംബറിൽ ഈജിപ്തിലാണ് നടന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആണ്. 2022 മനുഷ്യാവകാശ ദിന മുദ്രാവാക്യം എല്ലാവർക്കും അന്തസ്സും സ്വാതന്ത്ര്യവും നീതിയും എന്നുള്ളതാണ്. മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തിൻ്റെ 75ാം വാർഷികം ഐക്യരാഷ്ട്രസഭ 2022 ഡിസംബർ 10 ആഘോഷിച്ചത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. 1, 2, 3 ശരിയാണ് കേട്ടോ. UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം, ഇതിപ്പോൾ നമുക്ക് വേണ്ട COP27, പകരം നമുക്ക് ഏത് വേണം? COP30യും COP31 വേണം. COP31 വേണം. എവിടെയാണ് COP30 എവിടെയാണ് നടന്നത്? ബെലേം ബ്രസീലിലുള്ള ബെലേമിലാണ് എന്ത് നടന്നത്? COP30 നടന്നത്. എഴുതി വെക്കണേ. COP30യുടെ വേദി എവിടെയായിരുന്നു? ബെലേമാണ് ബ്രസീലിലുള്ളത്. COP31 എവിടെയാണ്? COP31ൻ്റെ വേദി അന്റാലിയയിലാണ് കേട്ടോ. അന്റാലിയ തുർക്കി കേട്ടോ. അന്റാലിയ തുർക്കി. COP31 എവിടെയാണ്? അന്റാലിയ തുർക്കി. ഓർത്തിരിക്കണേ.
ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ആരെന്നെയാണ്? ജനറൽ എന്താണ് അന്റോണിയോ ഗുട്ടറസ് ആണ് കേട്ടോ. സെക്രട്ടറി ജനറൽ ആരാണ്? അന്റോണിയോ ഗുട്ടറസ് ആണ്. നിലവിലും അയാൾ തന്നെയാണ് കേട്ടോ. അദ്ദേഹം ഏത് രാജ്യക്കാരനാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പോർച്ചുഗലാണ് കേട്ടോ. പോർച്ചുഗലാണ് അദ്ദേഹം. അന്റോണിയോ ഗുട്ടറസിന്റെ രാജ്യം ഏതാണ്? പോർച്ചുഗലാണ്. ഇനി 2022 മനുഷ്യാവകാശ ദിന പ്രഖ്യാപനം മുദ്രാവാക്യം നമുക്ക് വേണ്ട. 2025 നോക്കുക. എന്തായിരുന്നു? മനുഷ്യാവകാശങ്ങൾ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾ എന്നുള്ളതായിരുന്നു കേട്ടോ. നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾ എന്നുള്ളതാണ് 2025 പ്രമേയം എന്ന് പറയുന്നത്. 2025 മനുഷ്യാവകാശ ദിന മുദ്രാവാക്യം എന്താണ്? മനുഷ്യാവകാശങ്ങൾ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങളാണ് 2025 തീം എന്ന് പറയുന്നത് കേട്ടോ, മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഇനി ഐക്യരാഷ്ട്രസഭ എന്താണ് രൂപീകൃതമായത്? 1945 ഒക്ടോബർ 24 കേട്ടോ. ഓർത്തിരിക്കുക, 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്രസഭ രൂപീകൃതമാകുന്നത്. അംഗസംഖ്യ ചോദിക്കാറുണ്ട്. 193 കേട്ടോ. അംഗസംഖ്യ എത്രയാണ്? 193. നിലവിലെ 9ാമത് സെക്രട്ടറി ജനറൽ ആരാണ്? അന്റോണിയോ ഗുട്ടറസ് ആണ്. 9ാമതാണ് കേട്ടോ. അന്റോണിയോ ഗുട്ടറസ് എത്രാമതാണ്? 9ാമത്തെ എന്താണ് സെക്രട്ടറി ജനറൽ ആണ് ഐക്യരാഷ്ട്രസഭയുടെ. അംഗസംഖ്യ പഠിക്കണേ, 193 എന്നാണ് സ്ഥാപിച്ചത്? 1945 ഒക്ടോബർ 24. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 1945 ഒക്ടോബർ 24 നിലവിൽ വന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക, ദേശീയ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ലോക ജനതയുടെ സാമൂഹ്യ സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക, മനുഷ്യൻ്റെ മൗലികാവകാശങ്ങൾ ഉറപ്പുവരുത്തുക. ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. വേഗം കണ്ടുപിടിച്ചേ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1, 3, 4 ആണ് ആൻസർ ആയിട്ടുള്ളത്. ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക, ലോക ജനതയുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക, മനുഷ്യൻ്റെ മൗലികാവകാശങ്ങൾ ഉറപ്പുവരുത്തുക. അപ്പോൾ ഇത്രയുമാണ് എന്ന് പറയുന്നത് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ ഇതിൽ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇത് 3 പഠിച്ചിട്ട് പോവാം കേട്ടോ. ഇപ്പം തന്നെ പഠിച്ചിട്ട് പോവാം. വീണ്ടും നമ്മൾ പറയുന്നുണ്ട്, താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേഗം കണ്ടുപിടിച്ചോളൂ. ലോക ജനതയുടെ ക്ഷേമം ഉറപ്പുവരുത്തുക, അന്താരാഷ്ട്ര സഹകരണത്തിന് വേദിയാകുക, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും കാത്തുസൂക്ഷിക്കുക, അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക എന്നുള്ളത് എന്താണ്? ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ല. ബാക്കി അത്രയും പഠിച്ചോളൂ. ലോക ജനതയുടെ ക്ഷേമം ഉറപ്പുവരുത്തുക, അന്താരാഷ്ട്ര സഹകരണത്തിന് വേദിയാവുക, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും കാത്തുസൂക്ഷിക്കുക. ഇത്രയും എന്താണ്? ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെയായിട്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ കുറച്ച് ലക്ഷ്യങ്ങൾ പഠിച്ചില്ലേ? അതെല്ലാം കൂടെ ഇരുന്നിട്ട് പഠിക്കാം കേട്ടോ. ഇനി ഇന്ത്യ UN എന്നാണ് ഒപ്പുവെച്ചത്? 1945 ജൂൺ 26 കേട്ടോ. ഇമ്പോർട്ടൻ്റ് വർഷമാണ്. ഇന്ത്യ UN ഒപ്പുവെച്ചതെന്നാണ് 1945 ജൂൺ 26 കേട്ടോ. ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് അന്ന് ഒപ്പുവെച്ചത് ആരാണെന്ന് ചോദിച്ചാൽ രാമസ്വാമി മുതലിയാർ ആയിരുന്നു കേട്ടോ. രാമസ്വാമി മുതലിയാറാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് 1945 ജൂൺ 26 UN ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി ഇന്ത്യ UN ഔദ്യോഗികമായി അംഗമായത് എന്നാണ്? 1945 ഒക്ടോബർ 30 കേട്ടോ. ഈ 2 ഡേറ്റും പഠിച്ചിരിക്കണേ. നമ്മുടെ ഈ UN അംഗമായിട്ടുള്ള 29ാമത്തെ രാജ്യമാണ് കേട്ടോ ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മുടെ UN അംഗമായിട്ടുള്ള എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 29ാമത്തെയാണ് കേട്ടോ. ഒപ്പുവെച്ചതും ഔദ്യോഗികമായിട്ട് അംഗമായ ഈ 2 വർഷങ്ങൾ പഠിച്ചിരിക്കണേ. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇപ്പോൾ 193 അംഗരാജ്യങ്ങളും 2 നിരീക്ഷക രാജ്യങ്ങളും ഉണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്ക് ആണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന കോഫി അന്നാൻ ഗാനക്കാരനായിരുന്നു. കോഫി അന്നാൻ ഏതായിരുന്നു? ഗാനക്കാരനായിരുന്നു. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് ആണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇത് 4 എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇപ്പോൾ എത്ര അംഗരാജ്യങ്ങളുണ്ട്? 193. എത്ര നിരീക്ഷക രാജ്യങ്ങളുണ്ട്? 2 നിരീക്ഷക രാജ്യങ്ങൾ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്ക്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന കോഫി അന്നാൻ ഏത് രാജ്യക്കാരനായിരുന്നു? ഘാനക്കാരനായിരുന്നു.
യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ്? പാരീസ് ആണ്. അടുത്ത് നമ്മൾ നോക്കാം പോക്സോ കേട്ടോ. ലൈംഗിക ചൂഷണത്തിനിരയാകുന്ന കുട്ടികൾക്ക് നിയമസംരക്ഷണവും നീതിയും ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള നിയമമാണ് എന്ത് എന്ന് പറയുന്നത്? പോക്സോ എന്ന് പറയുന്നത്. ഇതിന് രാഷ്ട്രപതിയുടെ അംഗീകാരം എന്നാണ് ലഭിച്ചത്? 2012 ജൂൺ 19 കേട്ടോ പോക്സോ നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്നാണ് 2012 ജൂൺ 19 കേട്ടോ. പ്രാബല്യത്തിൽ വന്നതും പഠിച്ചിരിക്കണേ 2016 നവംബർ 14 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്കാണ് ഈ നിയമപ്രകാരമുള്ള സംരക്ഷണം ലഭിക്കുന്നത്. ഈ നിയമത്തിൽ എന്തില്ല? ആൺ പെൺ വ്യത്യാസമില്ലാതെ കുട്ടി എന്നാണ് പറയുന്നത്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഇമ്പോർട്ടൻ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് അതിൽ തെറ്റായത് ഇത് ശരിയായതെന്ന് വരുമ്പോൾ ഇതിൽ രണ്ടിലാണ് നമുക്ക് എന്ത് വരിക? ഡിഫറൻസ് വരുത്തിയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. ഒന്നിക്കൽ 18 വയസ്സിന് താഴെ 16 വയസ്സിന് താഴെ അങ്ങനെ വരും. ഇനി ആൺ പെൺ വ്യത്യാസമില്ലാതെ പെൺകുട്ടികൾക്ക് മാത്രം ആൺകുട്ടികൾക്ക് മാത്രം അങ്ങനെ വരും. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും പഠിക്കുക കേട്ടോ. പോക്സോ ഭേദഗതി നിയമം 2019 പോക്സോ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിലവിൽ വന്നത് എന്നാണ്? 2019 ഓഗസ്റ്റ് 6 കേട്ടോ. ഓർത്തിരിക്കണേ. പോക്സോ നിയമം 2019 ഭേദഗതി ചെയ്തത് എന്ന് നിലവിൽ വന്നു? 2019 ഓഗസ്റ്റ് 6 നിലവിൽ വന്നിട്ടുള്ളത്. ഈ നമ്മുടെ പോക്സോ നിയമത്തിൽ വധശിക്ഷ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ 2019 ഭേദഗതിയിലൂടെയാണ് കേട്ടോ. 2019 നടന്നിട്ടുള്ള ഭേദഗതിയിലൂടെയാണ് വധശിക്ഷ പോക്സോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2-3 ക്വസ്റ്റ്യൻ നോക്കാം. പോക്സോ നിയമപ്രകാരം ശരിയല്ലാത്ത പ്രസ്താവന ഏത്? കേസുമായി ബന്ധപ്പെട്ട കുട്ടിയുടെ വ്യക്തിത്വം വെളിപ്പെടുത്താൻ പാടില്ല. മൊഴിയെടുക്കുന്നത് കുട്ടിയുടെ താമസ സ്ഥലത്ത് വെച്ചായിരിക്കണം. പോലീസ് മൊഴിയെടുക്കുമ്പോൾ യൂണിഫോമിലായിരിക്കണം. ഒരു കാരണവശാലും കുട്ടിയെ രാത്രി തടങ്കലിൽ വെക്കാൻ പാടില്ല. ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ശരിയല്ലാത്ത പ്രസ്താവന. പോലീസ് മൊഴിയെടുക്കുമ്പോൾ എന്തായിരിക്കണം? യൂണിഫോമിൽ ആയിരിക്കരുത് എന്നാണ് കേട്ടോ. കുട്ടിയുടെ മൊഴിയെടുക്കുമ്പോൾ എന്താണ്? പോലീസുകാർ യൂണിഫോമിൽ ആയിരിക്കാൻ പാടില്ല. കേസുമായിട്ട് ബന്ധപ്പെട്ട കുട്ടിയുടെ വ്യക്തിത്വം വെളിപ്പെടുത്താൻ പാടില്ല. മൊഴിയെടുക്കുന്ന കുട്ടിയുടെ താമസ സ്ഥലത്ത് വെച്ചായിരിക്കണം. ഒരു കാരണവശാലും കുട്ടിയെ എന്ത് ചെയ്യാൻ പാടില്ല? രാത്രിയിൽ തടങ്കലിൽ വെക്കാൻ പാടില്ല. ഈ 3 സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? പോക്സോ നിയമപ്രകാരം ശരിയായിട്ടുള്ളതാണ്. പോലീസ് മൊഴിയെടുക്കുമ്പോൾ യൂണിഫോമിൽ ആയിരിക്കരുത് എന്നാണ് നമ്മുടെ പോക്സോ നിയമപ്രകാരം. പോക്സോ നിയമത്തിലുള്ള ഏത് വകുപ്പാണ് കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ്. വിഭാഗം 14 കേട്ടോ പറയുന്നത്. നമ്മുടെ വിഭാഗം 4 പറയുന്നത് പ്രവേശിത ലൈംഗികാതിക്രമത്തെക്കുറിച്ചാണ് കേട്ടോ പറയുന്നത്. ഭാഗം 4. ഭാഗം 6 എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ ഗൗരവമായിട്ടുള്ള പ്രവേശിത ലൈംഗികാതിക്രമത്തിനുള്ള ശിക്ഷയെ പറ്റിയിട്ടാണ് പറയുന്നത്. ഭാഗം 6 കേട്ടോ. ഭാഗം 12 നമ്മുടെ ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഈ 12 ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 12 എന്താണ് പറയുന്നത്? ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് 12 എന്ന് പറയുന്നത്. 2012 കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരമുള്ള കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന പരിധിക്കുള്ളിലാണ് രേഖപ്പെടുത്തേണ്ടത്. ഏതാണ്? ഓപ്ഷൻ ബി 30 ദിവസമാണ് കേട്ടോ. 2012 കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരമുള്ള കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം എത്ര ദിവസം? 30 ദിവസത്തിനുള്ളിലാണ് എന്ത് ചെയ്യേണ്ടത്? തെളിവുകൾ രേഖപ്പെടുത്തേണ്ടത്. 30 ദിവസത്തിനുള്ളിലാണ്. പോക്സോ നിയമപ്രകാരം കുട്ടി ആരാണ് കുട്ടി? 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിയും എന്താണ്? കുട്ടി എന്നാണ് പോക്സോ നിയമപ്രകാരം നിർവചിച്ചിരിക്കുന്നത്. 2012 പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? പോക്സോ നിയമം വകുപ്പ് 28 അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകി പ്രത്യേക കോടതി സ്ഥാപിക്കണം. പോക്സോ നിയമത്തിലെ 27 വകുപ്പ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളെ അടിയന്തര വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കണം. പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴിയെടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിലാകരുത്. പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴിയെടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആയിരിക്കണം. യോജിക്കുന്ന പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്. 1, 2, 3 മാത്രമാണ് ഇവിടെ യോജിക്കുന്ന പ്രസ്താവന എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ എന്താണ്? ഔദ്യോഗിക വേഷത്തിൽ ആയിരിക്കരുത് എന്നാണ് അല്ലേ? ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ടത്.
പോക്സോ നിയമം വകുപ്പ് 28 അനുസരിച്ച് എന്താണ്, ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകി പ്രത്യേക കോടതി സ്ഥാപിക്കണം. ആ ചോദ്യം വേറൊരു രീതിയിലും ഈ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകി പ്രത്യേക കോടതി സ്ഥാപിക്കണം എന്ന് പറയുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 28 ആണ് അല്ലേ, 28. പോക്സോ നിയമത്തിലെ 27 വകുപ്പ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളെ അടിയന്തര വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് പറയുന്നത്. 27 എന്താണ് പറയുന്നത്, ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളെ എന്ത് ചെയ്യണം, അടിയന്തര വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കണമെന്നാണ് പറയുന്നത്. പിന്നെന്താണ് പറഞ്ഞത്, പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴി എടുക്കുമ്പോൾ എന്തായിരിക്കണം, പോലീസുകാർ ഔദ്യോഗിക വേഷത്തിൽ പോലീസ് യൂണിഫോമിൽ ആവരുത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ക്ലാസ് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഠിക്കണേ. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ദിവസം വർക്കൗട്ട് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്കറിയാം VFAക്ക് കറണ്ട് അഫെയർ വരുന്നത് 20 മാർക്കിനാണ്. അപ്പോൾ വളരെയധികം നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇനി നമ്മുടെ ഈ ഹോട്ട് ടോപ്പിക്സ് ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കുമേ. എക്സാം വരേക്ക് നമ്മുടെ എന്തായാലും ഈ 18-ാം തീയതി ഒന്ന് കഴിയട്ടെ. അതിനുശേഷം നമുക്ക് ഒന്നും കൂടെ നല്ല തീവ്രമായിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഒരുപാട് നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് പഠിച്ചു തീർക്കാം. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.